നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. സാർ, നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നേരിട്ട് നമുക്ക് കടക്കാം. അതായത് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നാളെ ആരംഭിക്കുകയാണ്. അതായത് 24-ാം പാർട്ടി കോൺഗ്രസ് പിന്നെ മധുരയിൽ ഏപ്രിൽ 1-ന് ആരംഭിക്കുന്നു, നാളെ ആരംഭിക്കുന്നു. അപ്പോ അവർക്ക് ഈ പറയുന്ന പോലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമാക്കി നിർത്തുന്നത് സ്വയം വിമർശനം ഉള്ള ഒരു പാർട്ടി എന്നുള്ളതല്ലേ സാർ? അല്ലെ, അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. എന്തായാലും സ്വയം വിമർശനത്തിനായി കാണുന്ന 5 കാരണങ്ങൾ അവരിവിടെ പറയുന്നുണ്ട്. അതിലെ ഒരു രണ്ട് കാരണങ്ങൾ ഞാൻ സാറിനോടൊന്ന് ചോദിക്കുവാണ്. അതിലൊന്ന്, വർഗ ബഹുജന സമരങ്ങൾ കഴിഞ്ഞ 3 വർഷം വലിയ തോതിൽ വളർത്തിയെടുക്കാൻ ആയിട്ടില്ല എന്നുള്ളത് ഒരെണ്ണം. രണ്ടാമത്തെ കാര്യം, പാർലമെന്ററി വ്യാമോഹം പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിച്ചു. തുടർന്നിങ്ങനെ 3 പോയിന്റ്സ് പറയുന്നുണ്ട്. അതായത് ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായ പ്രചാരണം ഏറ്റെടുക്കാനുള്ള കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ ആഹ്വാനം സ്ഥിരം കൺവെൻഷനുകളിലും പ്രചരണ പരിപാടികളിലും ഒതുങ്ങി. അപ്പോൾ ഇത് ബാക്കിയുമുണ്ട്. എനിക്ക് ഏതായാലും ഈ 2 വിഷയങ്ങളെ കുറിച്ചൊന്ന് സാർ പറയണം. ഒന്ന്, വർഗ ബഹുജന സമരങ്ങൾ കഴിഞ്ഞ 3 വർഷം വലിയ തോതിൽ വളർത്തിയെടുക്കാനായില്ല. പാർലമെന്ററി വ്യാമോഹം പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിച്ചു. ഒന്ന് സംസാരിക്കാവോ സാർ? അയ്യപ്പദാസ് ഇതിന്റെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കിനോട് അങ്ങേയറ്റം എനിക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അതായത് ഈ സ്വയം വിമർശനം ഈ പാർട്ടിയുടെ മുഖമുദ്രയാണെന്നുള്ളത്. ഈ സ്വയം വിമർശനം എന്നുള്ളത് കേവലം ചുമരെഴുത്ത് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്തരം നമ്മൾ പറയില്ലേ, പത്രങ്ങൾക്ക് ഒരു അച്ചടി ഭാഷ എന്നതിനപ്പുറം സ്വയം വിമർശനം ഈ പാർട്ടി നാളിതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് അതും നമ്മൾ പറയില്ലേ, ഈ നമ്മുടെ നാട്ടിൻ പുറത്തൊരു നോട്ടീസ് കാണാം, വർഷം തോറും നടത്തി വരാറുള്ള ഇന്ന അമ്പലത്തിലെ ഇന്ന ഉത്സവം ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി നോട്ടീസ് കാണാം. അതുപോലെ തന്നെ എല്ലാ 4 കൊല്ലം കൂടുമ്പോഴും ഈ പാർട്ടി നടത്തുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് ഈ പാർട്ടി കോൺഗ്രസിനെ തോന്നാറുള്ളത്. കാരണം ഇപ്പോൾ കോഴിക്കോട് നടന്നിട്ടുള്ള പാർട്ടി കോൺഗ്രസിന്റെ കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി കോൺഗ്രസിലുള്ള എന്ത് തീരുമാനങ്ങളാണ് ഈ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ പ്രായോഗികമാക്കിയിരിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ അതിനപ്പുറമുള്ള ഒരു വിമർശനം, സ്വയം വിമർശനമോ അല്ലെങ്കിൽ ആ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനങ്ങളോ ഒന്നും തന്നെ ഇവർ നടപ്പിലാക്കിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രായപരിധിയുടെ കാര്യം. കോഴിക്കോട് ഈ പാർട്ടി കോൺഗ്രസിലും ഇത്തരത്തിലൊരു തീരുമാനം, കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരുന്നു, പ്രായപരിധി. ഇപ്പൊ അത് ഒരാൾക്ക് വേണ്ടിയിട്ടോ 2 ആൾക്ക് വേണ്ടിയിട്ടോ 3 ആൾക്ക് വേണ്ടിയിട്ടോ ഇളവ് ചെയ്യപ്പെടുമ്പോൾ അത്തരത്തിലുള്ള പ്രായപരിധിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ദൃഢനിശ്ചയം ഇല്ല എന്ന് തന്നെയല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഈ 2-3 വ്യക്തികൾക്ക് പ്രായപരിധി കൊണ്ട് നീട്ടിക്കൊടുത്തിട്ട് ഇനി ഇവരെന്ത് ചെയ്യും? ഇപ്പൊ 4 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ വ്യക്തികളെ നമുക്ക് അവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടല്ലേ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ യുവജനങ്ങളെ, പാർട്ടിയിൽ വളർന്നു വരുന്ന വലിയൊരു യുവജന വിഭാഗമുണ്ട്. ആ യുവജന വിഭാഗത്തിന്റെ ഒരു 75% പേരും നമ്മൾ പറയില്ലേ, അവർ നല്ലവരാണ്, അവർ ഈ പാർട്ടിയെ നാളെ നയിക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്താഗതിയിലെ അവരെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഈ വൃദ്ധന്മാരെ ഈ പോഷകാഹാരങ്ങളും അതുമാതിരി തന്നെ മരുന്നും കൊടുത്തിട്ട് ഒരു ടേമും കൂടി നീട്ടിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പിലെ ഇവർ പറയുന്ന സത്യപ്രകാരം അയ്യപ്പദാസ് ഒരു കാര്യം മനസ്സിലാക്കുക, പിണറായി വിജയൻ അല്ലാതെ കേരളത്തിലൊരു നേതാവില്ല പാർട്ടിയെ നയിക്കാൻ എന്ന് പറയാതെ AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരാ ഉള്ളത്? EP ജയരാജൻ പറഞ്ഞില്ലേ, വേറെ ആരാ ഉള്ളത്? ആ ചോദ്യം സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു ദീർഘനിശ്വാസം ഉണ്ട്. ഇനി ആരാ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കേരളത്തിൽ അവസാനിക്കുകയാണോ? അല്ല. അപ്പൊ പിണറായി വിജയൻ ജീവിച്ചിരിക്കെ തന്നെ പിണറായി വിജയന്റെ സ്ഥാനത്തേക്ക് പിണറായി വിജയന്റെ മരുമകനല്ലാത്ത ആരെയെങ്കിലും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പാർട്ടി ആലോചിക്കേണ്ടത്. അല്ലാണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു വ്യക്തിക്കായാലും 2 വ്യക്തിക്കായാലും പ്രായപരിധി നീട്ടിക്കൊടുത്തുകൊണ്ടുള്ള ആ തീരുമാനം തന്നെ അങ്ങേയറ്റം നമ്മൾ പറയില്ല, ഒരു പ്രഹസനമാണ്, നമ്മളൊരു മറ്റുള്ളവരെ കൊണ്ട് അപഹാസ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നാണ് അയ്യപ്പദാസിന്റെ തുടക്കത്തിലെ ചോദ്യത്തിലുള്ള കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റത്, വർഗ ബഹുജന സംഘടനകളെ ഇടപെട്ടുകൊണ്ട് അതിൽ വേണ്ട വിധത്തിലുള്ള പുരോഗതി കൈവരുത്താൻ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വർഗ ബഹുജന സംഘടനകളിലേക്ക് അത് എത്താൻ പറ്റിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
കഷ്ടി 50 ദിവസമോ 49 ദിവസമോ ആയിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു പറ്റം സ്ത്രീകൾ, ആ സ്ത്രീകളിൽ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എല്ലാവരും 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ്. 50 വയസ്സിന് താഴെ ഉള്ളവരുണ്ടെങ്കിൽ തന്നെ അത് 500 പേരേയുള്ളൂ. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു വർഗീയത കലർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ട് എന്നതിന്റെ പേരിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ വർഗജന ബഹു വർഗ എന്താണ് പറഞ്ഞത്, വർഗ ബഹുജന സമരങ്ങൾ കഴിഞ്ഞ 3 വർഷം വർഗ ബഹുജന സമരങ്ങളിൽ പാർട്ടിക്ക് വേണ്ട വിധത്തിൽ ഇടപെടാൻ പറ്റില്ല. ഇത്തരം പ്രശ്നങ്ങള് ഇതൊരു റൂട്ട് ലെവലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിസ്സാരമായിട്ട് പാർട്ടിക്ക് തോന്നുമെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ആ സമരത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും അവർക്ക് പിന്തുണ കൂടുകയാണ്. ഓരോ ദിവസവും അവർ ചെയ്യുന്ന എല്ലാവിധ സമരങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ സാധാരണക്കാരായ, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും നീതി പുലർത്താത്ത, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം പുലർത്താത്ത ഒരു 10-15% ആൾക്കാരുടെ പിന്തുണ അവർക്ക് കൂടി വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെറും വിളിച്ചു പറയലായിട്ട് മാറരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലത്തെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വർഗബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റും മുതലാളിത്തവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്സിസത്തില്. വർഗബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റ്. അപ്പൊ വർഗബോധം എന്ന് പറഞ്ഞാൽ തൊഴിലാളി ചൂഷണങ്ങളും തൊഴിലാളികളുടെ അടിച്ചമർത്തലും അങ്ങേയറ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവം എന്ന് ഞാൻ ഒരു 4-5 കൊല്ലങ്ങളുടെ പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാർട്ടിയോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇത്തരം പാർട്ടി ക്ലാസ്സുകളിൽ പോയി പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, എന്നെ ആകർഷിച്ചിട്ടുള്ള വാക്കാണത്. അതായത് വർഗബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ മുതലാളിത്തവും ഒരുപോലെയാണ്. അപ്പോൾ വർഗബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ചേർത്ത് പറയണം. ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ഈ സർക്കാർ കാണിക്കുന്ന അങ്ങേയറ്റം മോശപ്പെട്ട സമീപനത്തിനോട് വിയോജിപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സംഗതിയിലേക്ക് കടക്കുന്നത്. ബഹുജന പങ്കാളിത്തത്തിലേക്ക് അതെ അതെ വർഗ ബഹുജന സമരങ്ങൾ കഴിഞ്ഞ 3 വർഷം പാർട്ടി വലിയ തോതിൽ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് ആയിട്ടില്ല. അതാണ് സാർ ആ ഒരു പോയിന്റ്. പറയൂ സാർ, പറയൂ. അല്ല, അപ്പൊ അതിലത്തെ വർഗ ബഹുജന സമരങ്ങളിലേക്ക് പാർട്ടിക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തത് എന്താ? അത്തരം സമരങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിണങ്ങുന്നത് ഇവിടുത്തെ മുതലാളിമാരാണ്. മുതലാളിത്തമാണ് പാർട്ടിയുമായി പിണങ്ങുന്നത്. പാർട്ടിയുടെ പ്രധാന പങ്ക് അല്ലെങ്കിൽ ചെങ്ങാത്തം അല്ലെങ്കിൽ ഒക്കെ ചെങ്ങാതിമാരായിട്ട് ഇവിടുത്തെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ വലിയൊരു NRIകളായിട്ടുള്ള ഒരുപാട് മുതലാളിമാര് പാർട്ടിയുമായിട്ട് അടുത്തിട്ടുള്ളൊരു സാഹചര്യത്തില് വർഗ ബഹുജന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി സമരങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ ഇറങ്ങിച്ചെല്ലുമ്പോൾ മുതലാളിമാർ പിണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് പിന്നെ നിലനിൽപ്പുണ്ടാ? നമ്മൾ കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാല ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നതും അത് വളരെ പെട്ടെന്ന് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും? മുതലാളിത്ത പങ്കാളിത്തത്തിന്റെ, മുതലാളി കമ്മ്യൂണിസത്തിന്റെ ആ നമ്മൾ പറയില്ല ആ ചേരുവയുടെ ഒരു കാര്യമാണ് നമ്മൾ അതിലൂടെ കാണേണ്ടത്. കാരണം ഇവിടേക്ക് ഒരുപാട് മുതലാളി അല്ലാണ്ട് ഇപ്പൊ സാധാ അയ്യപ്പദാസോ ഞാനോ ഇവിടെ സ്വകാര്യ സർവകലാശാല തുടങ്ങില്ല. അപ്പൊ ഇവിടെ തുടങ്ങാൻ പോകുന്നത് വലിയ വലിയ മുതലാളിമാരാണ് ഇവിടേക്ക് വരാൻ പോകുന്നത്. ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് മറ്റേ ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, അതൊരു കരാറാണ്, അതൊരു മുതലാളിയുമായിട്ടുള്ള കരാറാണ്. അതിൽ തുല്യ പങ്കാളിത്തം പാർട്ടിക്ക് എന്ത് കിട്ടും എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടുത്തെ വർഗ തൊഴിലാളി ബഹുജന പങ്കാളിത്തത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ 4 മുതലാളിമാരുമായിട്ട് പങ്കാളിത്തം കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് ഉണ്ടാകുന്ന നേട്ടമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലുതായിരിക്കുന്നത്. അപ്പൊ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളും തൊഴിലാളികളുടെ ജീവിത നിലവാരവും ഉയർത്തുന്നതിനേക്കാൾ മുതലാളിത്ത പങ്കാളിത്തത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പറയാൻ മാത്രമൊന്നുമില്ല. നമ്മളിപ്പോൾ ബംഗാളിലത്തെ അവസ്ഥയും ത്രിപുരയിലത്തെ അവസ്ഥയും ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും മാഞ്ഞു പോകുന്ന ഒരു ചന്ദ്രക്കലയായിട്ട് അത് മാറിക്കഴിഞ്ഞു. അപ്പൊ കേരളത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് തൊഴിലാളികളുടെ കൂടെ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ വളരെ നല്ലത് മുതലാളിമാരുടെ കൂടെ നിൽക്കുകയാണെന്ന് 10-25 കൊല്ലം മുമ്പ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് MB ജയരാജനെ പോലുള്ളവർ നമ്മുടെ ഒരു
എന്താണ് ആ റിസോർട്ടിന്റെ പേര് ഞാൻ മറന്നു. ആ അദ്ദേഹത്തിന്റെ റിസോർട്ട് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഒരു റിസോർട്ടിൽ പോയിട്ട് 90 ലക്ഷം രൂപയാണ് അദ്ദേഹം വൈദേഹി അല്ല അവിടെ സാർ, വൈദേഹി എന്നല്ല സാർ അതിന്റെ പേര്. വൈദേഹം വൈദേഹം, റിസോർട്ട്, അതെ അതെ അതെ. വൈദേഹം റിസോർട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ ഷെയർ നിക്ഷേപിക്കേണ്ട നിലയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിസ്സാര കമ്മ്യൂണിസ്റ്റുകാരനല്ല, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പൊ അദ്ദേഹമൊക്കെ വന്നു എന്ന് പറയുമ്പോ പിന്നെ ഇവർ എന്ത് തൊഴിലാളിത്ത സാർ അത് മാത്രമല്ല സാർ, അല്ലെങ്കിൽ സാറ് ഇത് പറയുമ്പോഴേ ഈ ജി.പി. ജയരാജന്റെ കാര്യം പറയുമ്പോൾ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ഒരു ഈർഷ്യത ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കുമോ അന്ന് ആ ബുക്കിന്റെ പ്രകാശനം തടഞ്ഞതെന്ന് സാർ ഇത് പറയുന്നത് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു പോവുകയാണ്. കാര്യം കട്ടൻ ചായയും പരിപ്പ് വടയും എന്നൊക്കെ പറയുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇതാണ് കട്ടൻ ചായയും പരിപ്പ് വടയും. ഇപ്പൊ അദ്ദേഹം അഭിനവ കമ്മ്യൂണിസ്റ്റ് അല്ലേ? അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അയ്യപ്പദാസെ. കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും കാലം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നതിന്റെ 15 കൊല്ലം മുമ്പ് അദ്ദേഹം ഒരു അലയൻസിനെ കുറിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ദേശാഭിമാനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രോപ്പർട്ടി അദ്ദേഹത്തിന് നമ്മള് അച്യുതാനന്ദന്റെ അതിനുശേഷമുള്ള പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ പാർട്ടി എന്നോ പാർട്ടി എന്നോ ഈ വർഗ ബഹുജന തൊഴിലാളിത്ത ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എന്നോ ഓടി ഒളിച്ചിരിക്കുന്നു. മറ്റൊരു പ്രശ്നം ഇതിൽ അയ്യപ്പദാസ് മനസ്സിലാക്കേണ്ടത്, എല്ലാ കാലത്തും കുറച്ച് ദരിദ്രരെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. തീർച്ചയായിട്ടും ഇവർക്ക് രാത്രി പന്തംകുളത്ത് ജാഥ നടത്താനും അവരുടെ ജാഥയ്ക്ക് കൊടി പിടിക്കാനും ഈ നേതാക്കന്മാർക്ക് ജയ് വിളിക്കാനും കൃത്യമായിട്ട് ഒരു ദരിദ്രരെ ഈ സമൂഹത്തിൽ നിലനിർത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ആ നിലനിർത്തപ്പെടേണ്ട പാവങ്ങളെ ഇവരെല്ലാ കാലത്തും നിലനിർത്തും. ആ പാവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കേരളം ഒരു സമത്വസുന്ദരമായിട്ട് മുതലാളിത്ത തൊഴിലാളിത്ത ശക്തികളെ തുല്യമായ ഒരു ബാലൻസിങ്ങിലേക്ക് ഒന്നും കൊണ്ടുവരാൻ CPM എന്ന് പറയുന്ന പാർട്ടി തയ്യാറാവില്ല എന്ന് അയ്യപ്പദാസ് ആദ്യം തന്നെ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാവങ്ങളാണ് ഈ പാർട്ടിയുടെ ശക്തി എന്നുള്ളതറിയാം. ഈ മുതലാളിമാരാണ് പാർട്ടിയിലേക്കുള്ള സാമ്പത്തിക സ്രോതസ് എന്നറിയാം. ഇത് രണ്ടും കൂടി ഒരു ബാലൻസിങ് അല്ലാതെ ഈ തൊഴിലാളികൾ എല്ലാവരും നന്നായി, എല്ലാവരും നല്ല വീട് വെച്ച്, എല്ലാവരും പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസം ഉണ്ടോ കേരളത്തിൽ? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സാർ, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് പാർലമെന്ററി വ്യാമോഹം പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിച്ചു. അതുകൂടെ ഒന്ന് സാറ് വ്യക്തമാക്കിയിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. പാർലമെന്ററി വ്യാമോഹം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാർ. ഈ പാർലമെന്ററി വ്യാമോഹത്തെ കുറിച്ചിട്ട് ഞാനൊരു 30 കൊല്ലമായിട്ട് കേൾക്കുകയാണ്. ഓരോ പാർട്ടി കോൺഗ്രസിലും ഓരോ സംസ്ഥാന സമ്മേളനത്തിലും പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്നതാണ്, താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ പാർലമെന്ററി വ്യാമോഹം വ്യാപിച്ചു കഴിഞ്ഞു. അതിനെ ഇല്ലാതാക്കാണ്ട് പാർട്ടിയിലേക്ക് ബഹുജന വർഗ സമരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ ഞാൻ ഇത് കുറച്ചു കാലമായിട്ട് കേൾക്കുകയാണ്. ഇപ്പോ ശരശയ്യയിൽ എന്ന് പറഞ്ഞതുപോലെ ഏകദേശം നമ്മൾ കിടക്കുന്ന അച്യുതാനന്ദന്റെ ഒരു അവസ്ഥ തൊട്ടിട്ട് ഈ താഴെ തട്ടിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ സാധാരണ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലെ സാധാരണ പ്രവർത്തകൻ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസം കേരളത്തിലെ പ്രായോഗികമാക്കിയിട്ട്, യഥാർത്ഥ കമ്മ്യൂണിസം കേരളത്തിൽ പ്രായോഗികമാക്കിയിട്ട് പ്രാപ്തമാക്കിയിട്ട് കേരളത്തിന്റെ ഇന്നത്തെ മുഖച്ഛായ മാറ്റാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എല്ലാവരിലും കടന്നുകൂടിയിരിക്കുന്നത് ഈ പാർലമെന്ററി വ്യാമോഹം തന്നെയാണ്. പാർലമെന്ററി വ്യാമോഹത്തെ രണ്ടായിട്ടൊന്ന് പിരിക്കണം. ഒന്ന്, എന്തെങ്കിലും വിധത്തിലുള്ള അധികാരം എനിക്ക് വേണം, എന്തെങ്കിലും വിധത്തിലുള്ള സ്ഥാനമാനം എനിക്ക് വേണം. ആ സ്ഥാനമാനത്തിന്റെ കാര്യം പറയുമ്പോഴാണ് 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദൻ യെച്ചൂരിയുടെ പോക്കറ്റിലെ ഒരു സ്ലിപ്പ് കൊണ്ടിട്ടതും ആ സ്ലിപ്പിനെ തുടർന്ന് അദ്ദേഹത്തിന് പരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കേണ്ടി വന്നതും ഈ പാർലമെന്ററി അധികാര മോഹത്തിന്റെ, അതായത് എനിക്ക് കേവലം ഒരു MLA ആയിട്ട് ഇരുന്നാൽ പോരാ, പിന്നെ ആരോടാണ് ഇവർ ഈ പാർലമെന്ററി വ്യാമോഹം ഇല്ലാതാക്കണം എന്ന് പറയുന്നത്? ആരോടാണ്? 2 പ്രാവശ്യം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയെ മൂന്നാമത് ഭരിക്കാൻ വേണ്ടി പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വയസ്സിൽ ഇളവ് നൽകുന്ന സമയത്ത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയല്ലേ പറയേണ്ടത്? അത് ശരിയല്ല. കാരണം ഇവിടുത്തെ യുവജനങ്ങൾ വളർന്നു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് താഴെയുള്ള നേതാക്കൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ മാറി നിന്നാലേ അത് നടക്കൂ എന്നുള്ളതും
അത് മാറി നിൽക്കണം എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ ഒരു നയമാണെന്നും പറയാൻ എന്തേ പിണറായി വിജയൻ തയ്യാറാവാഞ്ഞത്? അധികാരത്തിന്റെ ഭ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം നിരയിലുള്ള ഒരു 100 നേതാക്കളിലേക്ക് എന്നോ എത്തിയതിന്റെ ബലമാണത്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഈ കഷായം അല്ലെങ്കിൽ മറ്റുള്ള ഈ എന്താ പറയേണ്ട ആയുർവേദ മരുന്നുകൾ 101 ആവർത്തിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ പാർലമെന്ററി വ്യാമോഹം പാർട്ടി പ്രവർത്തകർ ഉപേക്ഷിക്കണം എന്ന് പറയേണ്ടത് അല്ല വേണ്ടത്. സത്യത്തിൽ പറഞ്ഞാൽ അത് ഉപേക്ഷിക്കേണ്ടത് നേതാക്കന്മാരാണ്. അത് മേലെ തൊട്ട് നമ്മൾ പറയില്ലേ, ഒരു രണ്ടാമത്തെ ലെവൽ വരെയുള്ള നേതാക്കളിലേക്ക് പാർലമെന്ററി വ്യാമോഹം കൊണ്ട് മാത്രമാണ് അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം വ്യക്തമായ സ്ഥിതിക്ക് ഈ പാർലമെന്ററി വ്യാമോഹം സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് കേവലം ഒരു വായ്ത്തായി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സാർ പറയാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതായാലും കുറുക്കി കൊള്ളുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും മറ്റു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനെ ഞാൻ ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു സാർ.